ഗുഡ് ഡേ ടു ഓൾ ഓഫ് യു. വെൽക്കം ടു ഈസി ഫിസിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് 8 to 12 ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് കുറവാണ്. നമ്മളുടെ പഠിച്ച കൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ആക്സിലറേഷൻ ഓഫ് ഫ്രീ ഫോൾ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഫ്രീ ഫോൾ എന്താണെന്നും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്നും പഠിച്ചിരുന്നു അല്ലേ? ഫ്രീ ഫോൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്റ്റ് കൊണ്ട് മാത്രം സഞ്ചരിക്കുമ്പോൾ, അതായത് മോഷൻ ഓഫ് എൻ ഒബ്ജെക്ട് കംപ്ലീറ്റ്ലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി, വേറൊരു ഫോഴ്സും ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് നമ്മൾ പഠിച്ചിരുന്നു, ഏതൊരു വസ്തുവിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു ആക്സിലറേഷൻ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഫ്രീ ഫോളിലുള്ള ഒരു വസ്തുവിൻ്റെ മുകളിലുള്ള ആക്സിലറേഷനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. എർത്തിന്റെ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് തന്നെയാണ് ഫ്രീ ഫോളിലുള്ള ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഈ ഫ്രീ ഫോൾ എന്ന് പറയുന്നത് താഴേക്ക് മാത്രമുള്ള മോഷൻ അല്ല കേട്ടോ. ഒരു കല്ല് നമ്മൾ മുകളിലോട്ട് എറിയുകയാണെങ്കിൽ ആ കല്ലും ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ നെഗറ്റീവായിട്ടും താഴേക്ക് വരുന്ന സമയത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ പോസിറ്റീവായിട്ടും എടുക്കാറുണ്ട് കൺവെൻഷനലി. അതായത് ഒരു വസ്തു മുകളിലോട്ടാണ് ഫ്രീ ഫോൾ എന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും താഴേക്കാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ +9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്. അപ്പൊ എന്താണ് ആക്സിലറേഷൻ ഓഫ് ഫ്രീ ഫോൾ എന്ന് മനസ്സിലായല്ലോ അല്ലെ? ഫ്രീ ഫോൾ എന്ന് പറയുന്നത് മോഷൻ ഓഫ് എൻ ഒബ്ജെക്ട് ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഫ്രീ ഫോളിലുള്ള ഒരു വസ്തുവിന്റെ മുകളിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ആ വസ്തുവിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ അനുസരിച്ച് നമുക്ക് ജിയുടെ വാല്യൂ പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. വാട്ട് ഡു വി കോൾ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് എൻ ഒബ്ജെക്ട്? സാധാരണയായിട്ട് ഒരു വസ്തുവിൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സിന് ഒരു പ്രത്യേക പേര് വിളിക്കാറുണ്ട്. അതാണ് വെയിറ്റ് ഓഫ് ദ ഒബ്ജെക്ട്. അപ്പൊ ഏതൊരു വസ്തുവിന്റെയും ഭൂമിയിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ഒബ്ജെക്ട് ആൻഡ് ദ എർത്ത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് mg എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. കാരണം ഫോഴ്സിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഇവിടെ g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഏതൊരു വസ്തുവിന്റെയും എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വെയിറ്റ് ഓഫ് ദ ഒബ്ജെക്ട്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? അമിത് ബൈസ് ഫ്യൂ ഗ്രാംസ് ഓഫ് ഗോൾഡ് അറ്റ് ദ പോൾസ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ്. He hands over the same when he meets him at the equator. Will the friend agree with the weight of the gold bought? If not, why? ഞാൻ റീസൺ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചു. എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് mg വെച്ചിട്ടാണ് നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല gm/r² എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ g എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, m മാസ് ഓഫ് ദ എർത്ത്, r റേഡിയസ് ഓഫ് ദ എർത്ത്. എർത്ത് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല, ഒരു ഫ്ലാറ്റൻഡ് സ്ഫിറോയിഡ് ആണ് എർത്തിന്റെ ആക്ച്വൽ ഷേപ്പ്. അതായത് ഇക്വേറ്ററിൽ റേഡിയസ് ഓഫ് ദ എർത്ത് കൂടുതലും പോൾസിൽ റേഡിയസ് ഓഫ് ദ എർത്ത് കുറവായിരിക്കും. ഓക്കെ, ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതൽ, പോൾസിൽ റേഡിയസ് കുറവ്. ഈ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും റേഡിയസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് റേഡിയസ് കൂടുമ്പോൾ ജിയുടെ വാല്യൂ കുറയും, ജിയുടെ വാല്യൂ കുറഞ്ഞാൽ വെയിറ്റ് കുറയും അല്ലേ? അപ്പോൾ ഇക്വേറ്ററിൽ വെയിറ്റ് ഓഫ് ദ ഒബ്ജെക്ട് വിൽ ബി ലെസ്
ആസ് കമ്പയർഡ് ടു ദ പോൾസ്. അപ്പോൾ പോൾസിൽ വെച്ചിട്ട് ഒരാൾ ഒരു വസ്തു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് നോക്കുമ്പോൾ കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ഇക്വേറ്റർ. അപ്പോൾ ഇക്വേറ്ററിൽ വന്നത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് വിശ്വസിക്കണം എന്നില്ല, നിങ്ങൾ കുറച്ച്, കാരണം ഇക്വേറ്ററിൽ വെച്ചിട്ട് ആ വസ്തുവിൻ്റെ വെയിറ്റ് മെഷർ ചെയ്ത് നോക്കുമ്പോൾ പോൾസിൽ കണ്ടതിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് കാണുക. അതിൻ്റെ റീസൺ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം വെയിറ്റ് എന്ന് പറയുന്നത് m×g ആണ്. ജിയുടെ വാല്യൂ റേഡിയസ് മാറുന്നതിനനുസരിച്ച് മാറും. എർത്തിന്റെ ഒരു സ്പെസിഫിക് ഷേപ്പ് കാരണം, കറക്റ്റ് സ്ഫിയർ അല്ലാത്തത് കൊണ്ട് തന്നെ പോൾസിലെ റേഡിയസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ജിയുടെ വാല്യൂ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പോൾസിലെ വെയിറ്റ് കൂടുതലായിരിക്കും. കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എന്താണ്? Why will a sheet of paper falls slower than one that is crumbled into a ball? നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പഠിച്ചപ്പോൾ പറയുന്ന കാര്യം ഇതാണ്. ഏതൊരു വസ്തുവിൻ്റെയും, അത് ഹെവി ആയിട്ടുള്ള വസ്തു ആയിരിക്കോട്ടെ, അത് ലൈറ്റർ ആയിട്ടുള്ള വസ്തു ആയിക്കോട്ടെ, രണ്ട് ഒബ്ജക്റ്റും എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് താഴേക്ക് പതിക്കുന്നത് ഒരേ സ്പീഡിലായിരിക്കണം എന്നാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പഠിച്ചത്. പക്ഷെ ഇവിടെ നമുക്ക് തന്നെ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം അല്ലെ. നമ്മളൊരു ഷീറ്റ് ഓഫ് പേപ്പറും ആ പേപ്പർ തന്നെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് രണ്ടും കൂടെ ഒരേ സമയത്ത് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഷീറ്റ് ഓഫ് പേപ്പർ കുറച്ചും കൂടെ സ്ലോ ആയിട്ടാണ് താഴേക്ക് വീഴുന്നത്. അപ്പോൾ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വ്യത്യാസമുണ്ടോ? ഇല്ല. ശരിക്കും രണ്ട് വസ്തുക്കളിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം തന്നെയാണ്. പക്ഷേ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, അതായത് ഒരു ഷീറ്റ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ഒരു ഫെദർ, ഇതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് കുറവുള്ള ഒബ്ജക്റ്റ് ആണ് അല്ലേ. അങ്ങനെയുള്ള വസ്തുക്കളിൽ എയർ റെസിസ്റ്റൻസ്, സാധാരണയായിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നെഗ്ലക്ട് എയർ റെസിസ്റ്റൻസ് എന്ന് പറയും. കാരണം ഒരു അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ എയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ്, നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. പക്ഷെ വെയിറ്റ് കുറവുള്ള വസ്തുക്കളിൽ എയർ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വസ്തു താഴേക്ക് വരുമ്പോൾ അന്തരീക്ഷത്തിലുള്ള എയർ ആ വസ്തുവിന്റെ മോഷനെ ഒന്ന് ഓപ്പോസ് ചെയ്യും. ചെറിയ വസ്തുക്കൾ, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫെദർ, പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ എയർ റെസിസ്റ്റൻസ് വിൽ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഇവിടെ രണ്ട് വസ്തുക്കൾ, അതായത് ഒരു ഷീറ്റ് ഓഫ് പേപ്പറും ക്രംബിൾഡ് പേപ്പറും കൺസിഡർ ചെയ്യുമ്പോൾ ഷീറ്റ് ഓഫ് പേപ്പറിന് ഏരിയ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന എയർ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഈ എയർ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് അത് സ്ലോ ആയിട്ട് വരുന്നത്. അവിടെ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തുല്യം തന്നെയാണ്, പക്ഷെ എയർ ഈ മോഷൻ ഓപ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ് ഷീറ്റ് ഓഫ് പേപ്പർ വിൽ ടേക്ക് മോർ ടൈം ടു കം ഡൗൺ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ ഇസ് ഓൺലി 1/6 ആസ് സ്ട്രോങ് ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ എർത്ത്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. വാട്ട് ഈസ് ദ വെയിറ്റ് ഇൻ ന്യൂട്ടൺ ഓഫ് എ 10 കിലോഗ്രാം ഒബ്ജെക്ട് ഓൺ ദ മൂൺ ആൻഡ് ഓൺ ദ എർത്ത്? വെയിറ്റിന് നമ്മൾ ഇപ്പൊ തന്നെ ഒരു ഫോർമുല പഠിച്ചിരുന്നത് എന്താണ്? W = m×g എന്നാണ്. ഇവിടെ മാസ് തന്നിട്ടുണ്ട്. മാസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ മാറില്ല. അത് നമ്മൾ എർത്തിലാണെങ്കിലും മൂണിലാണെങ്കിലും വേറെ ഏതൊരു സർഫസിലാണെങ്കിലും മാസിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ വെയിറ്റ് ഓൺ ദ എർത്തിനെ ഞാൻ m×g ഓൺ എർത്ത് എന്ന് എഴുതി. മാസ് എത്രയാണ്? 10 ആണ്. g ഓൺ എർത്ത് 9.8. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുന്നത്? 98 ന്യൂട്ടൺ ആണ് 10 കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിന്റെ എർത്തിന്റെ സർഫസിലുള്ള വെയിറ്റ്. ഇനി നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ മൂൺ ഇസ് 1/6. അതായത് എർത്തിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ 1/6 ആണ് മൂണിലുള്ളത്. അതായത് W ഓൺ മൂൺ വിൽ ബി 1/6 ആസ് ദാറ്റ് ഓഫ് W ഓൺ എർത്ത്. അപ്പൊ നമുക്ക് എന്തെഴുതാം? 1/6 into 98 എന്ന് എഴുതാം. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വെയിറ്റ് ഓഫ് ദ ഒബ്ജെക്ട് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ. 98നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 16.33 ന്യൂട്ടൺ. അതായത് 10 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിന്റെ എർത്തിന്റെ സർഫസിലുള്ള വെയിറ്റ് 98 ന്യൂട്ടൺ ആണ്. അതേസമയം ഈ സെയിം ഒബ്ജക്റ്റ് തന്നെ നമ്മൾ മൂണിൽ കൊണ്ടുപോയിട്ട് വെയിറ്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ വെയിറ്റ് 16.33 ന്യൂട്ടൺ. അതായത് എർത്തിലുള്ളതിനേക്കാളും 1/6 ടൈംസ് ആണ് മൂണിന്റെ സർഫസിലുള്ളത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളിലോട്ട് നമ്മൾ എങ്ങനെ എത്തിയെന്നുള്ളത് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസിലൊന്നും അധികം കാൽക്കുലേഷൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ എക്സാമിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഇത് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന ഉത്തരങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും ഈ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.